ഹലോ, റിയാസാണേ. ഈ ഒരു 500 മീറ്ററിൻ്റെ ബോർഡ് ഉണ്ടല്ലേ, നമ്മളെ കോഴിക്കോടുള്ള ഒരു ടോൾ ബൂത്താണ് പരിചയപ്പെടുത്താൻ പോകുന്നത് കേട്ടോ. നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ടോൾ ബൂത്താണ്. പക്ഷേ നമ്മൾ വീട് വെച്ച പോലെ തന്നെ അവർ ടോൾ ബൂത്തിൻ്റെ മുകളിൽ നല്ല വീടൊക്കെ പണിതിട്ടുണ്ട്. മിനിമം 3 മീറ്റർ ഹൈറ്റിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ നാട്ടിലൊക്കെ വീടൊക്കെ വെക്കുമ്പോൾ റോട്ടിൽ നിന്ന് 3 മീറ്റർ വിടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അവരെന്ത് ചെയ്തു, അവർ മുകളിലേക്ക് 3 മീറ്ററൊക്കെ വിട്ട് നല്ല ടോൾ പ്ലാസ നമുക്കാർ സെറ്റ് ചെയ്തിട്ടുണ്ട്. കേരളത്തിൻ്റെ തനിമയോടെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതിൽ കഥകളി വന്നിട്ടുണ്ട്, പിന്നെ ഒരുപാട് ആന വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ലൊരു ഭംഗിയായിട്ടൊരു ടോൾ ബൂത്ത് സെറ്റാക്കുന്നത് കണ്ടില്ലേ. നല്ല ഭംഗിയായിട്ടുള്ള ഒരു സൂപ്പർ ടോൾ ബൂത്താണ് നമ്മൾ സെറ്റ് ചെയ്തിരുന്നത്. ഇനിയിപ്പോൾ ഇത് കടന്നു പോകണമെങ്കിൽ എല്ലാവരും ക്യാഷ് ചിലവാക്കേണ്ടി വരും. ഒരു കാലത്ത് നമുക്ക് റോഡ് ഉണ്ടായിരുന്നില്ല. അന്ന് റോഡില്ലാത്തപ്പോൾ നമ്മൾ റോഡില്ലാത്ത മാതിരി ജീവിച്ചു. ഇപ്പോൾ ടോൾ പ്ലാസ ടോളൊക്കെ വന്ന് നല്ല സെറ്റപ്പ് റോഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ടോൾ ബൂത്ത് കാണിക്കാൻ വേണ്ടിയായിരുന്നു നമ്മൾ ഈ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ആൾക്കാർ ഇതിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരുപാട് പൈസ, ഇനി ഒരുപാട് വർഷങ്ങൾ നമ്മളിങ്ങനെ പൈസ കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. എന്നാലും കുഴപ്പമില്ല, നല്ല റോഡ് കാര്യങ്ങളൊക്കെ കിട്ടിയില്ലേ. അപ്പോൾ നല്ല ഭംഗിയായിട്ടാണ് അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ കണ്ടില്ല എന്ത് ഭംഗിയുണ്ട്, 2 സൈഡിലേക്കും നല്ല 2 സെറ്റായിട്ട് ഉണ്ടാക്കി വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട്. പിന്നെ നമ്മളെ റോഡ്, ബാത്റൂം, എല്ലാ സൗകര്യങ്ങളും നമ്മൾ അവിടെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇഷ്ടപ്പെടാത്തൊരു കാര്യം, വിഷമം കൊണ്ട് കാണിക്കുകയാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ റോഡിലൂടെ ബൈക്കർ പോകുന്നത് ഭയങ്കര വിഷമമുണ്ട്. ഒരുപാട് ആക്സിഡൻറ്റ് കാര്യങ്ങളൊക്കെ നടന്ന് ഒരുപാട് ആൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. മാക്സിമം ഒതുക്കി പോകണം, നന്നായിരിക്കും. പിന്നെ നമ്മളെ കോഹിനൂറിൻ്റെ പറയുകയാണെങ്കിൽ, കോഹിനൂറാണ് കേട്ടോ ലോറി പാർക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളവിടെ കുറേ സ്ഥലം ഉണ്ടായവർ ഇപ്പം എന്ത് ചെയ്തു, അവർ ലോറി പാർക്കിങ്ങിലുള്ള ഒരു ഏരിയ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്താൽ ഒപ്പം കൂടാൻ ശ്രമിക്കട്ടോ.